നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും കൊണ്ട് നിറഞ്ഞ് ക്രിസ്തുവിന്റെ ഉത്തമ സാക്ഷികളായിട്ട് ജീവിക്കുവാൻ തിരുസഭാ മാതാവിലൂടെ നമുക്ക് പകർന്നു തരുന്ന സത്യവിശ്വാസത്തിന്റെ പ്രഘോഷകരായിട്ട് മാറുവാൻ, തിന്മയുടെ എല്ലാ അന്ധകാര ശക്തികളെയും ചെറുത്തു തോൽപ്പിക്കുവാൻ, കാലഘട്ടത്തിന്റെ അഭിഷേകമായിട്ട് നമുക്ക് മാറുവാൻ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ രാത്രിയുടെ യാമങ്ങളിൽ പ്രിയപ്പെട്ട സജിത്ത് ബ്രദറിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് അന്ധകാര ശക്തികൾ മാറിപ്പോകുവാൻ ഇടയാകുവാനായിട്ട് ഈ രാത്രിയിലെ ശുശ്രൂഷകളെല്ലാം തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സ്വർഗത്തോട് ചേർന്ന് സകല മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ത്രിയേക ദൈവത്തെ പാടി ആരാധിക്കാം. പരിശുദ്ധാത്മാവേ പകർന്നിറങ്ങണമേ, സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ പകർന്നിറങ്ങണമേ, സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സ്നേഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. ഉത്തമഗീതം 6:10. ഉഷസ് പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെ പോലെ കാന്തിമതിയും സൂര്യനെ പോലെ തേജസ്സിനെയും കൊടിക്കൂറുകളേന്തുന്ന സൈന്യങ്ങളെ പോലെ ദയവയും ആയി ഇവൾ ആരാണ്? സൈന്യങ്ങളുടെ റാണിയായ പരിശുദ്ധ അമ്മ, ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ അമ്മ, പരിശുദ്ധാത്മാവിന്റെ പ്രിയ മണവാട്ടിയായ പരിശുദ്ധ അമ്മ, അമ്മ മാതാവിനോട് ചേർന്ന് പരിശുദ്ധ ത്രിത്വത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മ ഫലദാന വരങ്ങള് കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ നിറയുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് തീക്ഷണതയോടെ പാടി പ്രാർത്ഥിക്കാം. യുഗനദിക്കരയിൽ പ്രാവിൻ രൂപത്തിൽ വന്ന് അഭിഷേകമായി തീർന്ന പാവനാത്മാവേ, ലോകസുഖമേകും അശുദ്ധിയിൽ നിന്നും കാത്തുരക്ഷിച്ച അനുഗ്രഹമേകിടണേ. യുഗനദിക്കരയിൽ പ്രാവിൻ രൂപത്തിൽ വന്ന് അഭിഷേകമായി തീർന്ന പാവനാത്മാവേ, ലോകസുഖമേകും അശുദ്ധിയിൽ നിന്ന് കാത്തുരക്ഷിച്ച അനുഗ്രഹമേകിടണേ. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ അമ്മയെ സ്ലീഹന്മാരും സിഹിയോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ തങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന വഞ്ചിയും വലയും അന്വേഷിച്ചു പോയപ്പോൾ തന്റെ ഹൃദയത്തിൽ പറഞ്ഞ വചനത്തിന്റെ ശക്തിയാൽ സ്ലീഹന്മാരെ ചേർത്ത് വെച്ച് സമയത്തിന്റെ പൂർണ്ണതയിൽ പ്രാർത്ഥനയുടെ നിറവിൽ പരിശുദ്ധാത്മാവ് അഗ്നിനാവുകളായിട്ട് സ്ലീഹന്മാരുടെ മേൽ പറന്നിറങ്ങി
അവർ ലോകത്തിന്റെ അതിർത്തികൾ വരെ, യൂദയാലും സമരിയാലും ജെറുസലേമിലും ലോകത്തിന്റെ അതിർത്തികൾ വരെ പോയി ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരായിട്ട് മാറി. തിരുസഭാ മാതാവിനോട് ചേർന്ന് പരിശുദ്ധ അമ്മ മാതാവിലൂടെ പകരപ്പെട്ട സ്ലീഹന്മാരിലൂടെ പകരപ്പെട്ട സത്യവിശ്വാസം ലോകം മുഴുവൻ പകരപ്പെടുവാനായിട്ട്, എല്ലാ മൂടുപടങ്ങളും മാറ്റപ്പെടുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് തീക്ഷണതയോടെ പാടി പ്രാർത്ഥിക്കട്ടെ. പെന്തക്കോസ്ത് നാളിൽ കൊടുങ്കാറ്റിൻ വേഗത്തിൽ അഗ്നിജ്വാല പോലെ വന്ന പാവനാത്മാവേ, നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ നീ അനുഗ്രഹമഴയായി പെയ്തിറങ്ങണമേ. പെന്തക്കോസ്ത് നാളിൽ കൊടുങ്കാറ്റിൻ വേഗത്തിൽ അഗ്നിജ്വാല പോലെ വന്ന പാവനാത്മാവേ, നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ നീ അനുഗ്രഹമഴയായി പെയ്തിറങ്ങണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. തിരുസഭയിലെ വിശുദ്ധ കൂദാശകളിലൂടെ അവന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ജ്വലിക്കുവാനായിട്ട്, ലോകത്തിലെ ക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് ജീവിക്കുന്ന ഇടങ്ങളിൽ മാറുവാനായിട്ട് ഓരോ വ്യക്തികളിലും പരിശുദ്ധ കൂദാശകളിലൂടെ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുവാൻ, ക്രിസ്തു സാക്ഷിയായിട്ട് ജീവിക്കുവാൻ സധൈര്യം ലോകത്തിന്റെ അതിർത്തികൾ വരെ പോയി യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു ജനത ഉണരുവാനായിട്ട് ആഗ്രഹിച്ച് തീക്ഷണതയോടെ പാടി പ്രാർത്ഥിക്കട്ടെ. സ്വർഗം തുറക്കുന്നതും ദൈവമിരിക്കുന്നതും കാണുവാനുൾ കണ്ടു തുറന്നിടണേ. സേവാനോസിനെ പോലെന്നുമെന്നും ഞങ്ങളെ സത്യത്തിന്റെ സാക്ഷികളാക്കണമേ. സ്വർഗം തുറക്കുന്നതും ദൈവമിരിക്കുന്നതും കാണുവാനുൾ കണ്ണു തുറന്നിടണേ. സേവാനോസിനെ പോൽ എന്നുമെന്നും ഞങ്ങളെ സത്യത്തിന്റെ സാക്ഷികളാക്കണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. ദൈവപുത്രന്റെ മാതാവായ പരിശുദ്ധ കന്യകാമറിയം വഴി ലോകത്തിലേക്ക് പിതാവായി ദൈവം നൽകിയ രക്ഷകനെ ലഭിച്ച ആ ദൈവജനം ഇപ്പോൾ ഉണർന്നെഴുന്നേൽക്കട്ടെ. വാളിന്റെ മുമ്പിലും സിംഹക്കുഴിയിലും തീച്ചൂളയിലും പോയി പതറാതെ തളരാതെ സാക്ഷ്യം വഹിച്ച പൂർവ്വപിതാക്കന്മാരെ പോലെ സ്ത്രീകന്മാരെ പോലെ രക്തസാക്ഷികളായി തീരുവാനായിട്ട്, സത്യത്തിന്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിട്ട് മാറുവാൻ പരിശുദ്ധ അമ്മയുടെ മേൽ പറന്നിറങ്ങിയ, സ്ത്രീകന്മാരുടെ മേൽ പറന്നിറങ്ങിയ ഇന്നും തിരുസഭയിലെ പരിശുദ്ധ കൂദാശകളിലൂടെ ലോകം മുഴുവനിലേക്ക് ഒഴുകിയിറങ്ങുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മശക്തി കത്തിജ്വലിക്കട്ടെ. രണ്ടാം വരവിന് അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിനു വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം ദീപോലെങ്ങും കത്തിപ്പടരട്ടെ. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിനു വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം ദീപോലെങ്ങും കത്തിപ്പടരട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിനു വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം ദീപോലെങ്ങും കത്തിപ്പടരട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. ലോകത്തിന്റെ അതിർത്തികൾ വരെ തന്റെ ഛായയിലോ സാദൃശ്യത്തിലോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന
അവസാനത്തെ മനുഷ്യൻ വരെ സത്യസുവിശേഷം അറിയുവാൻ ഏക രക്ഷിതാവും ലോകരക്ഷിതാവുമായ യേശു ക്രിസ്തുവിനിലൂടെ പിതാവായി ദൈവം നൽകുന്ന നിത്യരക്ഷ സ്വീകരിക്കുവാൻ ലോകം മുഴുവൻ നടക്കുന്ന എല്ലാ സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷകരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. തീഷ്ണതയോടെ ആത്മാവിൽ ജ്വലിച്ചുകൊണ്ട് പരിശുദ്ധ മാമോദീസായാൽ മുദ്രരാക്കപ്പെട്ടിരിക്കുന്ന സകല മക്കളും ലോകത്തിന്റെ അതിർത്തികൾ വരെ പോയി ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് അയക്കപ്പെട്ടിരിക്കുന്നു. അയക്കപ്പെട്ട എല്ലാ മക്കളും തങ്ങളുടെ ദൗത്യം നിർവഹിക്കുന്നവരായിട്ട് മാറുവാൻ ഒരു പുത്തൻ അഭിഷേകം ഇന്ന് ചൊരിയപ്പെടുവാനായിട്ട് ആഗ്രഹിച്ചു പാടട്ടെ. ആദ്യ ബന്ധക്കുസ്തായിൽ നീ നായികയായല്ലോ, ഇനിയൊരു പുത്തൻ ബന്ധക്കുസ്ത കാണാൻ ലോകമൊരുക്കണമേ. കൃപയുടെ വീഞ്ഞു നിറയ്ക്കണമേ. ആഹാ ലോകം മുഴുവൻ ക്രിസ്തുവിനെ പ്രതിലകരിയിലാഴട്ടെ. ആദ്യ ബന്ധക്കുസ്തായിൽ നീ നായികയായല്ലോ, ഇനിയൊരു പുത്തൻ ബന്ധക്കുസ്ത കാണാൻ ലോകമൊരുക്കണമേ. കൃപയുടെ വീഞ്ഞു നിറയ്ക്കണമേ. ആഹാ ലോകം മുഴുവൻ ക്രിസ്തുവിനെ പ്രതിലകരിയിലാഴട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. ഹല്ലേലൂയ 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 സകല വിശുദ്ധരോട് ഈ ഒക്ടോബർ മാസത്തിലെ പ്രവർത്തികളെ പുണ്യമാക്കുന്ന ദൈവകൃപയോട് ചേർന്നുള്ള പ്രാർത്ഥന, പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥന, അമ്മയുടെ വിമല ഹൃദയത്തിനോട് ചേർന്നുള്ള പ്രാർത്ഥന, എല്ലാ മനസ്സുകളും തുറന്നുകൊണ്ട് ഷെഖേന ടിവിയിലൂടെ ഇന്ന് ലൈവായി ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, മനസ്സും ശരീരവും എല്ലാം ഒരുക്കിക്കൊണ്ട് അടുത്ത 10:30 വരെയുള്ള സമയങ്ങൾ എല്ലാ ഹൃദയങ്ങളും തുറന്ന് ഇന്ന് വചനം കേൾക്കുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തിയാൽ എന്റെ ഭവനത്തിൽ ഒരു അത്ഭുതത്തെ സൃഷ്ടിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഹല്ലേലൂയ. സകല വിശുദ്ധരോട് ചേർന്ന് ഗബ്രിയേൽ, മീഖായേൽ, റാഫേൽ, ശക്തരായ ദൈവദൂതന്മാരോട് ചേർന്ന് സ്വർഗീയ രാജ്ഞിയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആ വിമല ഹൃദയത്തോട് ചേർന്ന് ആ നീല അങ്കി കൊണ്ട് ചുറ്റപ്പെട്ടവരായി നമുക്കെല്ലാവർക്കും ത്രിയേക ദൈവത്തിന്റെ അടുക്കലേക്ക് ഇന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് അടുത്തു വരാം. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചന കേൾവിയിലേക്ക് നമുക്ക് എല്ലാവർക്കും പ്രവേശിക്കാം. എന്നോട് ചേർന്ന് ഈ പ്രാർത്ഥനയുടെ വചനങ്ങളെ ഏറ്റു ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുക. വചനത്തിന്റെ ആഴങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണിനെയും, വചനത്തിന്റെ ആഴങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണിനെയും, വചനത്തിന്റെ ആഴങ്ങളെ കേൾക്കുവാൻ എൻ്റെ ചെവിയെയും, വചനത്തിന്റെ ആഴങ്ങളെ കേൾക്കുവാൻ എൻ്റെ ചെവിയെയും, ഇത് മനസ്സിലാക്കുവാൻ എൻ്റെ ഹൃദയത്തെയും, ഇത് മനസ്സിലാക്കുവാൻ എൻ്റെ ഹൃദയത്തെയും കർത്താവേ തുറന്നു തരണമേ. കർത്താവേ തുറന്നു തരണമേ. ഉറച്ചു വിളിക്കാം, യേശുവേ. വലിയ ദൈവ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് അപേക്ഷിക്കാം. ഹല്ലേലൂയ. ഓരോ മുറികളിലും അത്ഭുതം സംജാതമാവട്ടെ. സ്വർഗീയ രാജ്ഞിയുടെ വലിയ കൂട്ടായ പ്രാർത്ഥനയുടെ ചങ്ങല ഇപ്പോൾ ഓരോ ഭവനങ്ങളിലും ഇപ്പോൾ സംജാതമാവട്ടെ. അന്ധകാര നിബിഡമായ ശാപാന്തരീക്ഷങ്ങൾ വചനത്തിന്റെ ശക്തിയാൽ പൊട്ടിമാറട്ടെ. സകല വിശുദ്ധരുടെയും മാധ്യസ്ഥത്തിന്റെ ശക്തി ഈ സമയത്ത് ഞങ്ങൾ വിശ്വാസത്താൽ സ്വീകരിക്കുന്നു. സ്വർഗീയ രാജ്ഞിയെ വലങ്കരം കൂട്ടായ്മയുടേത് ഈ സമയത്ത് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നീല അങ്കി കൊണ്ട് ചുറ്റണമേ. ഇന്ന് അപേക്ഷിക്കുന്ന ഓരോ മക്കളെയും ആ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ എന്ന് വിളിക്കാം. ഹല്ലേലൂയ യേശുവേ.
ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയിൽ നാനാവിധ വ്യഥകളാൽ നീറിപ്പുകഞ്ഞ് നാളെയുടെ ദിവസത്തെക്കുറിച്ചുള്ള വലിയ ഭയത്തിലായിരിക്കുന്ന മക്കളെ തൃക്കൺ പാർക്കണമേ. ഭവനത്തിലായിരിക്കുന്ന രോഗികളെ സുഖപ്പെടുത്തണമേ. ഈ വചനം അവരുടെ ടെലിവിഷനിലൂടെ മുറികളിൽ മുഴങ്ങുമ്പോൾ ആ വീടും പരിസരവും വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ വിശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ. ഈ വചന ശുശ്രൂഷയുടെ ഒടുവിൽ ഞങ്ങൾ ആരാധനയിലേക്ക്, ഈശോയെ കണ്ടുകൊണ്ടുള്ള ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിലുള്ള സൗഖ്യങ്ങൾ ഓരോ ശരീരങ്ങളിൽ വെളിപ്പെടുന്ന നിമിഷങ്ങളാക്കി മാറ്റണമേ. സകല വിശുദ്ധരുമേ, കൂട്ടായ്മയുടെ വലങ്കരം ഈ സമയത്ത് കോർക്കണമേ. സ്വർഗീയ മാലാഖമാരെ, കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായവരെ സംരക്ഷണത്തിന് മതിൽ തീർക്കണമേ. സഭയാം ശരീരത്തിന്റെ മുഴുവൻ ഐശ്വര്യത്തെയും വിശ്വാസത്താൽ ഞങ്ങൾ സ്വീകരിക്കുന്നു. ലോകമെമ്പാടും ഇന്ന് അർപ്പിക്കപ്പെട്ട സകല ദിവ്യബലികളുടെയും ഐശ്വര്യത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന്, സന്യസ്തരുടെ സമർപ്പണ അധികാരത്തോട് ചേർന്ന് പരിശുദ്ധ സഭയുടെ 2000 വർഷം ദൈവത്തെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരുടെ വിശുദ്ധീകരണത്തോട് ചേർന്ന്, രക്ഷാകരമായ ദൗത്യത്തോട് ചേർന്ന്, ഞങ്ങൾക്ക് തന്ന വലിയ കൃപാദാനത്തോട് ചേർന്ന് ഇന്ന് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്നു. കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നാം വന്നെത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തേക്കാണ്. കഴിഞ്ഞ ദീർഘ ദിവസങ്ങൾ ഷിക്കേന ടിവിയിലൂടെ നിരന്തരമായി ലൈവായി നടന്ന ശുശ്രൂഷകളിലൂടെ അനേകരുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങളെക്കുറിച്ച് കേൾക്കുവാനിടയായതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് നാം ദൈവത്തിന്റെ വചനം കേൾക്കുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനുമായിട്ട് ഒരുങ്ങുമ്പോൾ ഇന്നത്തെ വചന കേൾവിയിലേക്ക് നമുക്കെല്ലാവർക്കും അടുത്ത് വരാം. നിങ്ങളുടെ സ്നേഹിതരെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ ഇപ്പൊ വിളിച്ച് 10:30 വരെയുള്ള ഈ ശുശ്രൂഷകളുടെ വിവരം അറിയിക്കുക. ഇന്ന് ലൈവായിട്ട് നമ്മുടെ ശരീരങ്ങളില് അത്ഭുതങ്ങള് സംഭവിക്കുന്നത് നമുക്ക് കാണാനും അനുഭവിക്കാനും കഴിയണം. സ്നേഹിതരൊക്കെ വിളിച്ചിപ്പം മാക്സിമം ഈ സമയത്ത് ലൈവായിട്ട് ഷെക്കേന ടിവിയുടെ കൂടെ ഈ ശുശ്രൂഷയോട് ഒരുമിച്ച് ഇന്റർനെറ്റിലൂടെയും ടെലിവിഷനിലൂടെയും ഒക്കെ കാണുന്നവരായിരിക്കാനായിട്ട് വിശേഷിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായനയിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. വെളിപാട് പുസ്തകത്തിന്റെ 12-ാമത്തെ അധ്യായം. സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു. നമുക്കറിയാം, വിശുദ്ധ യോഹന്നാനെ 4-ാമത്തെ അധ്യായത്തിൽ സ്വർഗീയ ദർശനങ്ങളുടെ ചുരുളഴിക്കുകയാണ്. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ പത്മോസ് എന്ന ഈജിയൻ കടലിടുക്കിലേക്ക് നാടുകടത്തപ്പെട്ട യോഹന്നാൻ 7 സഭകളുടെ, ഏഷ്യയിലുള്ള 7 സഭകളുടെ ബിഷപ്പായിരുന്ന യോഹന്നാൻ, നാടുകടത്തപ്പെട്ട വന്ധ്യവയോധികനായ യോഹന്നാൻ. നമുക്കറിയാം, നീറോയുടെ കാലഘട്ടം മുതൽ വലിയ പീഡസഭ നേരിട്ടു. എന്നാൽ ഡൊമീഷ്യന്റെ കാലഘട്ടം വന്നപ്പോഴത്തേക്കും പീഡ അതിന്റെ മൂർച്ഛനാവസ്ഥയിൽ നിൽക്കുമ്പോൾ പത്മോസിലേക്ക് നാടുകടത്തപ്പെട്ട യോഹന്നാന്റെ മുമ്പിൽ സ്വർഗീയ ദർശനം കാണിക്കുകയാണ്. താൻ കൺമുമ്പിൽ വെച്ച് സകലവും പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം തോളിൽ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്ത് സ്വന്തം തോളിൽ തല ചായ്ച്ച് മരണത്തിന് തന്നെ തന്നെ വിധേയനാക്കുന്ന ആത്മാവിനെ പിതാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവപുത്രനെ കുരിശിന്റെ ചോട്ടിൽ വെച്ച് കാണുവാൻ കൃപ ലഭിച്ച വിശുദ്ധ യോഹന്നാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദർശനം ഈശോയുടേത് കാണുകയാണ്. വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. താൻ സഭയെക്കുറിച്ചുള്ള വലിയ ഭാരത്തിലായിരുന്നു. തൻ്റെ സഭ, താൻ അധ്യക്ഷനായിരിക്കുന്ന, താൻ ബിഷപ്പായിരിക്കുന്ന തൻ്റെ സഭകൾ കർത്താവിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് വെളിപാട് 3 അധ്യായത്തിൽ പറഞ്ഞ ശേഷം സ്വർഗത്തിലെ ദർശനം യോഹന്നാനെ കാണിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ സ്വർഗീയ ദർശനം 4 മുതലുള്ള അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്.
7 മുദ്രകളാൽ മുദ്രണം ചെയ്യപ്പെട്ട ഒരു പുസ്തകവും ആ 7 മുദ്രകൾ പൊട്ടിക്കുന്നതും പിന്നീട് 7 കാഹളവും, അതാണ് 11 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ കണ്ടത്. എന്നാൽ 12-ാം അധ്യായത്തിൽ സ്വർഗത്തിലുള്ള വലിയ മനോഹരമായ ഒരു കാഴ്ച യോഹന്നാനെ കാണിക്കുകയാണ്. എന്താണ് ആ കാഴ്ച? വെളിപാട് പുസ്തകം 12-ാമത്തെ അധ്യായം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇപ്പോൾ എടുക്കുക. 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു. ഒരു ഗ്രേറ്റ് സൈൻ അപ്പിയർഡ് ഇൻ ഹെവൻ. സ്വർഗത്തിൽ ഒരു വലിയ അടയാളം കാണപ്പെടുകയാണ്. എന്താണ് അടയാളം? സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. സ്വർഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ യോഹന്നാൻ കണ്ടു കഴിഞ്ഞു. സിംഹാസനസ്ഥനായ ദൈവവും ദൈവത്തിന്റെ 7 ആത്മാക്കളും 24 ശ്രേഷ്ഠന്മാരും തന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് ദൈവത്തെ ആരാധിക്കുന്ന കെരൂബികളും സറാഫികളും സ്വർഗജീവികളുമായ മാലാഖമാരുടെ വലിയ സംഘവും എല്ലാം കണ്ട് യോഹന്നാൻ ഒടുവിൽ ആ വലിയ ദർശനത്തിലേക്ക് വരികയാണ്. വലിയ ഒരടയാളം കാണുകയാണ്. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. അവളുടെ പാദങ്ങൾക്കിടയിൽ അടിയിൽ ചന്ദ്രനുണ്ട്. സൂര്യനെ ധരിച്ചിരിക്കുന്നു. ചന്ദ്രന് മേൽ ചവിട്ടി നിൽക്കുന്നു. പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ. ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള ഒരു കിരീടം. സ്വർഗത്തിൽ ഒരു സ്ത്രീയെ കാണുകയാണ്. ഹല്ലേലൂയ! സ്വർഗത്തിൽ ഒരു സ്ത്രീയെ കാണുകയാണ്. ആ സ്ത്രീയുടെ തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവർ ഗർഭിണിയായിരിക്കുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവകേശങ്ങൾ കൊണ്ട് അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണപ്പെട്ടു. ഈ അടയാളം മറ്റൊന്നുമല്ല. ഈ അടയാളം എന്താണ്? ഈ ആദ്യം പറഞ്ഞ വലിയ അടയാളം എന്താണെന്ന് അറിയുവാൻ നമുക്ക്, ഏതാണ് ഈ സ്ത്രീ എന്നറിയുവാൻ നമുക്ക് അതിശേഷമുള്ള വായനകൾ ശ്രദ്ധിച്ചാൽ അറിയാം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദന കൊണ്ട് അവൾ നിലവിളിച്ചു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണപ്പെട്ടു. അഗ്നിമയനായ ഒരു ഉഗ്ര സർപ്പം. അതിന് 7 തലയും 10 കൊമ്പും തലയിൽ 7 കിരീടങ്ങളും ഉണ്ടായിരുന്നു. ഈ വായനയ്ക്കൊടുവിൽ സ്ത്രീയുടെ കാര്യം ഇവിടെ വിശദീകരിക്കുകയാണ്. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങുവാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തു നിന്നു. ആ സ്ത്രീ ഇപ്പോഴിതാ ഗർഭിണിയാണ് എന്ന പരാമർശം ആദ്യം. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങുവാൻ ഒരു സർപ്പം കാത്തു നിൽക്കുന്നു എന്ന ചിത്രം രണ്ടാമത്. മൂന്നാമത് ഇതാ 4-ാമത്തെ വചനത്തിൽ 5-ാമത്തെ വചനത്തിൽ ഉള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സ്വർഗത്തിൽ കണ്ട സൂര്യനെ ഉടയാടയാക്കിയ, ചന്ദ്രൻ കാൽക്കീഴിലാക്കിയ ഗർഭിണിയായ സ്ത്രീ നോവ് കിട്ടി ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ആരാണ് ഈ ആൺകുട്ടി? സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ഡുകൾ കൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. ഇത് മശിഹൈക സങ്കീർത്തനത്തിലെ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ്. ഇരുമ്പ് ദണ്ഡ് കൊണ്ട് സകല ജാതികളെയും സകല ജനതകളെയും ഭരിക്കുമെന്ന് മശിഹൈക സങ്കീർത്തനമാകുന്ന 2-ാം സങ്കീർത്തനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം നിങ്ങൾ എടുക്കുക. 2-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വചനം ശ്രദ്ധിക്കുക. വചനം അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. സങ്കീർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം 8 മുതലുള്ള വാക്യം. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമാക്കി തരും, ഭൂമിയുടെ അതിരുകളെ നീ അധികാരമാക്കും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, മൺപാത്രം എന്ന പോലെ നീ അവയെ ഉടയ്ക്കും. ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ഇരുമ്പ് തട്ടുകൊണ്ട് സകല ജനതകളെയും ഭരിക്കുന്ന ആ പുത്രൻ യേശുവാണെങ്കിൽ, ഈ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ ഈശോ മശിഹയാണെങ്കിൽ, ആ ഈശോയെ പ്രസവിച്ച ആ സ്ത്രീ ആരാണെന്ന് പറയേണ്ട ആവശ്യമില്ല. രാജ്ഞിയായി കിരീടം ധരിച്ചിരിക്കുന്ന, 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം ധരിച്ചിരിക്കുന്ന, സ്വർഗത്തിൽ വലിയൊരടയാളമായി കാണപ്പെട്ട
സൂര്യനെ ഉടയാടയായി ധരിച്ച ചന്ദ്രനിൽ ചവിട്ടി നിൽക്കുന്ന, ഗർഭിണിയായി നോവ് കിട്ടി ഇരുമ്പ് ദണ്ട് കൊണ്ട് സകല ജനതകളെയും നയിക്കുവാനുള്ളവനെ പ്രസവിച്ച ആ സ്ത്രീ വേറെ ആരുമല്ല, സ്വർഗീയ രാജ്ഞിയായ നമ്മുടെ പരിശുദ്ധ അമ്മയാണ്. ഹല്ലേലൂയ. ഈ ഒക്ടോബർ മാസത്തില്, വിശേഷിച്ച് അവസാന ദിവസങ്ങളില് ഷെഖേന ടെലിവിഷനിലൂടെ സ്വർഗീയ സൈന്യാധിപയായ, സ്വർഗത്തിന്റെ സൈന്യാധിപയായ പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ ശക്തി അറിയാതെ ഒരു വ്യക്തി പോലും ഇരിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഷെഖേന ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഇതുപോലൊരു ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇരുമ്പുകോൽ കൊണ്ട് സകല ജനതകളെയും, ഇരുമ്പ് തണ്ടുകൊണ്ട് സകല ജനതകളെയും നയിക്കുന്ന, ഭരിക്കുന്ന ആൺകുട്ടിയെ പ്രസവിച്ചു. ആ ആൺകുട്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആണെങ്കിൽ ആ ആൺകുട്ടിയെ പ്രസവിച്ചത് വേറെ ആരുമല്ല, നമ്മുടെ കർത്താവിൻ്റെ അമ്മയായ, നമ്മുടെ അമ്മയായ, സഭയുടെ മാതാവായ പരിശുദ്ധ കന്യാമറിയമാണ്. ആ പരിശുദ്ധ കന്യാമറിയത്തെ യോഹന്നാൻ കാണുന്നത് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ വലിയൊരടയാളം കാണപ്പെട്ടു എന്ന് പറഞ്ഞാണ് ഹല്ലേലൂയ 12-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. താഴേക്ക് നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അവൾ ഒരു ആൺകുട്ടിയെ, 12-ാം അധ്യായത്തിന്റെ വെളിപാട് 12:5, അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു, സകല ജനതകളെയും പദങ്ങളെയും ഇരുമ്പുകോൽ കൊണ്ട് ഭരിക്കുവാനുള്ളവനാണവൻ. അവളുടെ ശിശു ദൈവത്തിന്റെ അടുക്കലേക്ക്, സിംഹാസനത്തിന്റെ അടുക്കലേക്ക് പോയി. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവൾ മരുഭൂമിയിലായിരുന്നു. എന്നാൽ ഇവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ആ വാക്ക് ഇങ്ങനെയാണ്: സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങുവാൻ അവളുടെ മുമ്പിൽ സർപ്പം നിൽക്കുകയാണ്. 4-ാമത്തെ വാക്യം, ആ സ്ത്രീ പ്രസവിക്കുന്ന ആൺകുഞ്ഞിനെ വിഴുങ്ങുവാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തു നിന്നു. 3 ചിത്രങ്ങൾ ഇവിടെ കാണാൻ കഴിയും. 1, ഒരു സർപ്പം; 2, ഒരു സ്ത്രീ; 3, സ്ത്രീ പ്രസവിച്ച ഒരാൺകുട്ടി. ഇത് ബൈബിളിന്റെ അവസാന പുസ്തകമായ വെളിപാട് പുസ്തകത്തിലാണ് നമ്മൾ കാണുന്നത്. ഈ 3 ചിത്രങ്ങൾ നിങ്ങൾ കാണുക. ഒരു സ്ത്രീ, ആ സ്ത്രീ പ്രസവിക്കുന്ന ഒരു ആൺകുട്ടി, സ്ത്രീയോടും കുട്ടിയോടും വൈരാഗ്യമുള്ള ഒരു സർപ്പം. ഈ ചിത്രം വെളിപാട് 12-ൽ നമ്മൾ കാണുന്നുവെങ്കിൽ ഓർക്കുക, ഇതേ ചിത്രമാണ് ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടത്. അവിടെയുമുണ്ട് ഒരു സ്ത്രീ, അവിടെയുമുണ്ട് ഒരു സർപ്പം, അവിടെയുമുണ്ട് സ്ത്രീയുടെ സന്തതി എന്ന വാഗ്ദാനം. ആ വാക്യങ്ങളോട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ വലിയ പ്രാധാന്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നോക്കുക, 3 പേർ നിങ്ങൾക്ക് എവിടെയും കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം നോക്കുക, ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിന്റെ പരാമർശം ശ്രദ്ധിക്കുക. 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വചനം ശ്രദ്ധിക്കുക. ആദ്യ മാതാപിതാക്കളാകുന്ന ആദം ഹൗവ ദമ്പതിമാരിലൂടെ പാപം പ്രവേശിച്ച അനന്തരം പാപത്തിന്റെ പ്രായശ്ചിത്തഫലമായ ശാപം ഭൂമിയിൽ വന്നപ്പോ, പാപം കൊണ്ടുവരുവാൻ കാരണമായ സർപ്പത്തിന്റെ മേൽ വരുന്ന ശാപം വിശദീകരിക്കുന്ന ഭാഗത്ത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ തിരുലിഖിതത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നീയും സ്ത്രീയും തമ്മിലും, സർപ്പവും സ്ത്രീയും തമ്മിലും, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അപ്പൊ ഇത് ഉൽപ്പത്തി പുസ്തകം 3:15. ഹൗവ എന്ന ആദ്യ സ്ത്രീ പാപം പ്രവേശിക്കുവാൻ കാരണമായി തീർന്നപ്പോൾ ഇവിടെ ഇതാ മറ്റൊരു സ്ത്രീയിലൂടെ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള പ്രവചനം തന്നെ സംഭവിക്കുന്നു. പ്രോട്ടോ ഇവാങ്കലിയോൺ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്.
മുൻകൂട്ടി അറിയിച്ച സദ്വർത്തമാനം. ഉൽപ്പത്തി 3:15 എങ്ങനെയാ വായിക്കുന്നത്? നിന്റെ സന്തതി അവൻ നിന്റെ തല തകർക്കും, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ഏത് സ്ത്രീയിലൂടെ നീ കയറി വന്നോ അതേ സ്ത്രീയിലൂടെ തന്നെ നിന്റെ തലയെ തകർക്കുന്നവനെ ഞാൻ കൊണ്ടുവരും. ഉൽപ്പത്തി 3:15 അവിടെ നടത്തിയ വാഗ്ദാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഇതേ 3 പേർ, സ്ത്രീയെ, സന്തതിയെ, സർപ്പം. സർപ്പത്തോട് പറയുന്നു നിന്റെ തല തകർക്കാൻ സ്ത്രീയുടെ സന്തതി വരും. സ്ത്രീ, ഞാൻ ആവർത്തിച്ച പദം പറയാം, നിന്റെ തല തകർക്കാൻ സ്ത്രീയുടെ സന്തതി വരും. കാലഘട്ടങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി. ഹവ്വ കഴിഞ്ഞു, ആയിരക്കണക്കിന് തലമുറകൾ വന്നു. അന്ന് മുതൽ ഈ സർപ്പം അന്വേഷിച്ച് നടക്കുകയാണ്. എന്റെ തലയെ തകർക്കുന്ന ആ സ്ത്രീയുടെ സന്തതി ആര്? ഹല്ലേലൂയ. എന്റെ തല തകർക്കുന്ന ഉൽപ്പത്തി 3:15 ആദ്യ പാപം ഞാൻ മൂലം ഹവ്വായിൽ പ്രവേശിപ്പിച്ചപ്പോ, ഒന്നാമത്തെ സ്ത്രീയെ വഴിതെറ്റിച്ച് ഞാൻ പാപം ഭൂമിയിൽ പ്രവേശിപ്പിച്ചപ്പോ, എന്റെ തലയെ തകർക്കാൻ വരുന്ന ആ സ്ത്രീയുടെ സന്തതി ആര്? ഹല്ലേലൂയ. പിന്നീട് വന്ന സന്തതികളുടെ എല്ലാം പിന്നാലെ മെനക്കെട്ട് നടന്നു ഈ സർപ്പം. ഓരോ സന്തതികളുടെ പിന്നാലെ മെനക്കെട്ട് നടന്നു. അടുത്ത തലമുറയിൽ ജനിച്ച 2 പേരായിരുന്നു കായീനും ഹാബേലും. സന്തതിയെ കൊന്നുകളഞ്ഞു വയലിൽ വെച്ച്. ഒരുത്തൻ ശാപത്തിന്റെ കീഴിൽ, മറ്റവൻ വയലിൽ വെച്ച് കൊല്ലപ്പെട്ടു. സന്തതിയെയും സ്ത്രീയെയും വാഴാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് സാത്താന്യ രാജ്യം പ്രബലപ്പെട്ട് ഇരിക്കുന്ന സമയത്താണ് കാലത്തികവിങ്കൽ ദൈവത്തിന്റെ പദ്ധതിയിൽ, ദൈവത്തിന്റെ ആലോചനയോട് ഒരു സ്ത്രീ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിവർത്തിയാകട്ടെ. ഹല്ലേലൂയ. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമുണ്ട് പ്രിയമുള്ളവരെ. ആ വചനം എങ്ങനെയാണ്? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ വചനമാണ്. ആ വചനം ശ്രദ്ധിച്ചു കേൾക്കണം വായിക്കുമ്പോൾ. ഇങ്ങനെയാണ്, എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോ ദൈവം തന്റെ പുത്രനെ അയച്ചു, അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. When the fullness of the time has come, God sent his son. He was born of a woman. അങ്ങനെ എഴുതിയേക്കുന്നത്. He was born under the law. അവൻ നിയമത്തിന്റെ കീഴിൽ ജനിച്ചു, സ്ത്രീയിൽ നിന്ന് ജാതനായി. സ്ത്രീയിൽ നിന്ന് ജാതനായി. ഉൽപ്പത്തി 3:15 പറഞ്ഞു, നിന്റെ തല തകർക്കാൻ ഒരു സ്ത്രീയുടെ സന്തതി വരും. ഗലാത്യർ 4:4 പ്രവചനാത്മാവിൽ പൗലോസ്ലീഹ എഴുതി, അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. ഹല്ലേലൂയ. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. ഇവിടെയാണ് നമ്മൾ ആ ചിത്രം വ്യക്തമായി കാണേണ്ടത്. സ്വർഗത്തിൽ യോഹന്നാൻ കാണുന്ന അടയാളത്തിൽ, വിശുദ്ധ യോഹന്നാൻ സ്ലീഹ സ്വർഗത്തിൽ കാണുന്ന അടയാളത്തിലും, സ്ത്രീ, ഗർഭിണിയായ സ്ത്രീ നോവ് കിട്ടി പ്രസവവേദനയാൽ ക്ലേശിക്കുമ്പോൾ അവളുടെ മുമ്പിൽ ഒരു സർപ്പം നിൽക്കുകയാണ്. എന്തിനാ? പ്രസവിക്കുന്ന ആൺകുട്ടിയെ തിന്നുകളയണം. കാരണം ഈ ആൺകുട്ടി, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അവ ദൈവിക കാര്യപരിപാടിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ സ്ഥാനം കാണുക. സാത്താന്റെ തലയെ തകർക്കുവാൻ ദൈവം ഭൂമിയിലേക്ക് അയച്ച അവിടുത്തെ പുത്രനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ചത് സ്വർഗത്തിന്റെ സൈന്യാധിപയായ, സ്വർഗത്തിന്റെ രാജ്ഞിയായ പരിശുദ്ധ ദൈവമാതാവിനെ ആയിരുന്നു. ഹല്ലേലൂയ. അതാ നമ്മൾ ആ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. സ്ത്രീ പ്രസവിക്കുന്ന ആൺകുട്ടിയെ തിന്നുകളയുവാൻ സർപ്പം അവളുടെ മുമ്പിൽ നിന്നു. നമ്മളത് വായിച്ചു. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആ വാക്യം വീണ്ടും ശ്രദ്ധിക്കുക. 12-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനത്തിൽ അതിന്റെ അവസാന ഭാഗം, ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തു നിൽക്കുന്നു. എന്നാൽ അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പുകോൽ കൊണ്ട് ദഹിക്കുവാൻ ഭരിക്കുന്നവനാണവൻ. സങ്കീർത്തനം 2:9 പറഞ്ഞ, മശിഹൈക സങ്കീർത്തനമായ സങ്കീർത്തനം 2:9 പറഞ്ഞ
നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു സകല ജനതകളെയും ഇരുമ്പുകോൽ കൊണ്ട് ഭരിക്കുന്നവൻ. എന്താണ് അവനോട് ഇത്ര വിരോധം? എന്താണ് ഈ സ്ത്രീയോട് ഇത്ര വിരോധം? ഹല്ലേലൂയ. ഈ സ്ത്രീ ആൺകുട്ടിയെ പ്രസവിച്ച ശേഷം സാത്താന്റെ പതനമാണ് നാം കാണുന്നത്. പിന്നീട് നമ്മൾ ഓരോ അധ്യായങ്ങൾ താഴേക്ക് വായിക്കുമ്പോഴും കാണുന്നത്. 5-ാം വാക്യം നോക്കൂ. സകല ജനതകളെയും ഇരുമ്പുകോൽ കൊണ്ട് ഭരിക്കുവാനുള്ളവനാണവൻ. അവളുടെ ശിശു ദൈവത്തിന്റെ അടുക്കലേക്ക്, സിംഹാസനത്തിന്റെ അടുക്കലേക്ക് സംവഹിക്കപ്പെട്ടു. 7-ാമത്തെ വചനം. അനന്തരം സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടുകൂടെ സ്വർഗത്തിൽ അവർക്ക് സ്ഥാനമില്ലാതായി. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിന്റെ അവസാന ഭാഗം കാണുക. സ്വർഗത്തിൽ അതോടുകൂടി അവർക്ക് സ്ഥാനമില്ലാതായി. ആ വലിയ സർപ്പം, സർവലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെയും പിശാചെന്ന് വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം കണ്ടോ, പുരാതന സർപ്പം, സർവലോകത്തെയും വഞ്ചിക്കുന്ന ആ പുരാതന സർപ്പം. ഏതാ പുരാതന സർപ്പം? ഉൽപ്പത്തി 3:15 ദൈവം ശപിച്ച, ഏദനിൽ പഴക്കച്ചവടക്കാരന്റെ വേഷം പൂണ്ടുവന്ന പുരാതന സർപ്പം. ആ പുരാതന സർപ്പത്തെ സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളുകയാണ്. പിന്നീട് അതിന്റെ സ്ഥാനം സ്വർഗത്തിൽ കാണുന്നില്ല. അവനോടുകൂടെ അവന്റെ ദൂതന്മാരും സ്വർഗത്തിൽ താഴെ വീഴുകയാണ്. 10-ാമത്തെ വചനം. സ്വർഗത്തിൽ ഒരു വലിയ ശബ്ദം പറഞ്ഞത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവമായ കർത്താവിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരന്മാരെ ദുഷിക്കുകയും രാപ്പകൽ ദൈവ സമക്ഷം അവരെ പഴിപറയുകയും ചെയ്തവൻ വലിച്ചെറിയപ്പെട്ടു. ഹല്ലേലൂയ. സ്വർഗീയ രാജ്ഞിയായ പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്നുള്ള പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ശക്തിയുണ്ട് എന്നാ ഇനി പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. ജപമാലയുടെ ശക്തി എന്താണ്? ദൈവമാതാവിനോട് ചേർന്നുള്ള പ്രാർത്ഥനയുടെ ശക്തി എന്താണ്? ഞാനിതെല്ലാം പറയുമ്പോൾ ഓർക്കുക, ഇതൊന്നും വിശ്വസിക്കുകയോ ഇതൊന്നും പറയുകയോ ചെയ്യുന്നവരെ അനുമോദിക്കുകയോ ചെയ്യാത്തൊരു ബാക്ക്ഗ്രൗണ്ടിലുള്ള വ്യക്തിയായിരുന്നു ഞാൻ. ദീർഘ 15 വർഷങ്ങൾ പരിശുദ്ധ ദൈവമാതാവിനെ അവഹേളിക്കുവാൻ കിട്ടിയ ഒരവസരം പോലും ഉപയോഗിക്കാതെ വിട്ടിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പെന്തക്കോസ്ത് സഭയുടെ പാസ്റ്ററായി. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാഴ്ചപ്പാടുകൾ അത്തരത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ വളരെ യാദർശികമായിട്ട് പരിശുദ്ധ ദൈവമാതാവിനെ സഭ എങ്ങനെ കണ്ടു, സഭയുടെ ചരിത്രത്തിൽ എങ്ങനെ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്നുള്ള പ്രാർത്ഥന വ്യക്തിപരമായി ഞാനും ആരംഭിച്ചു. എൻ്റെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണാനിടയായി. അപ്പൊ ആരോ പറഞ്ഞു കേട്ട യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടല്ലേ സംസാരിക്കുന്നത്. ഞാൻ അടുത്തറിഞ്ഞ ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത്, നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരു മരിയ ഭക്തി രൂപപ്പെടുത്തിയെടുത്തു സഭ. ഹല്ലേലൂയ. അങ്ങനെയായിരുന്നു എൻ്റെ ചിന്ത പോയിക്കൊണ്ടിരുന്നത്. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരോ ആദിമ സഭാപിതാക്കന്മാരോ പിന്തുടരാത്ത ഒരു മരിയ ഭക്തി പിന്നീട് വന്നവരൊക്കെ കൈക്കൊണ്ടു. അതുമായിട്ട് ബൈബിളിനോ സഭയ്ക്കോ ഒരു ബന്ധമില്ല എന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. എന്നാൽ എനിക്ക് മനസ്സിലായി അങ്ങനല്ല. പരിശുദ്ധ സഭ അതിൻ്റെ ജനനം മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും പരിശുദ്ധ അമ്മയെ മാറ്റി നിർത്തിയിട്ടില്ല. പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിരുന്ന സ്ഥാനം വലുതായിരുന്നു. കാരണം സ്വർഗത്തിൽ അവൾക്ക് ലഭിച്ചിരുന്ന സ്ഥാനം വലുതായിരുന്നു. സൂര്യനെ ഉടയാടയായി ധരിച്ചവളായി അവളെ സ്വർഗത്തിൽ കണ്ടു. സർപ്പത്തിന് അന്നും ഇന്നും എന്നും വിരോധമാണ്. ഹാഗാറിനെ ഞാൻ പ്രസംഗിക്കുമായിരുന്നു. പഴയ നിയമത്തിലെ എല്ലാ സ്ത്രീ കഥാപാത്രന്മാരെയും പ്രസംഗിക്കുമായിരുന്നു. എത്രയെത്ര പ്രസംഗങ്ങൾ, 1600-ലധികം വീഡിയോകൾ
പല വ്യക്തി കേന്ദ്രീകൃതമായ കഥാപാത്രങ്ങളുടെ പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും എൻ്റെ കണ്ണു തുറന്ന് ഈ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ചൈതന്യത്തെ കാണാൻ ആ കാലഘട്ടങ്ങൾ ഇടയായിരുന്നില്ല. എന്നാൽ ഇന്ന് അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് നിന്ന് ആ മടിത്തട്ടിൽ കിടന്നുള്ള ആ വലിയ കൂട്ടായുള്ള ജീവിതത്തിൻ്റെ ശക്തിയും ചൈതന്യം അറിയുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം. സ്വർഗീയ രാജ്ഞി, സ്വർഗം മാനിച്ച സ്വർഗീയ രാജ്ഞി, 12 നക്ഷത്രങ്ങളുള്ള കിരീടം ധരിച്ച സ്വർഗീയ രാജ്ഞി, സർപ്പം ഞെട്ടിയ പഴയ പാമ്പായ സർപ്പം അന്ന് ഇന്ന് എന്നും ഞെട്ടുന്ന സ്ത്രീക്ക് ജന്മം നൽകിയ, ആ സന്തതിക്ക് ജന്മം നൽകിയ ആ ദൈവത്തിന്റെ പാത്രമായി തീർന്ന പരിശുദ്ധ ദൈവമാതാവ് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ചൈതന്യം നമ്മുടെ എല്ലാം വീടുകളിലേക്ക് നിറയട്ടെ എന്നാണ് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. സർപ്പം അതിന് മുമ്പിൽ നിൽക്കുകയാണ്. എങ്ങനെങ്കിലും സന്തതിയെ വിഴുങ്ങണം, സ്ത്രീയെ ഇല്ലാതാക്കണം. നമുക്കറിയാം പരിശുദ്ധ കന്യാമറിയം കടന്നുപോയ വ്യഥകളും വേദനകളും എത്ര ഭയങ്കരമായിരുന്നു. എങ്ങനെങ്കിലും ഈ സന്തതി ഇല്ലാതാക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരുന്ന യോസഫിന്റെ മനസ്സ് മാറ്റുവാൻ ശ്രമിച്ചു. താൻ എങ്ങനെയെങ്കിലും ഈ ദൈവാലോചനയോട് എതിർത്ത് നിൽക്കുമെന്ന് ചിന്തിച്ചു. അവസാനം ഇതുവരെ ഇല്ലാത്ത കൽപ്പന സീസർ പുറപ്പെടുവിക്കുകയാണ്. പേര് ചാർത്തണം. ഏതവസ്ഥയിൽ? പൂർണ്ണ ഗർഭിണിയായി നിറവയറുമായിട്ട് ഓടിച്ചെല്ലണം ഒരു സ്ത്രീ. പേര് ചാർത്തണം, നേരിട്ട് പോയി പേര് കൊടുക്കണം. പോയ വഴികളിൽ ഒരു വാതിൽ പോലും അമ്മയുടെ മുമ്പിൽ തുറക്കാൻ സമ്മതിച്ചില്ല. പ്രസവിക്കുവാൻ ഇടം മുഴുവൻ അടച്ചു കളഞ്ഞു. എങ്ങനെങ്കിലും ഈ സ്ത്രീയുടെ സന്തതി പുറത്തു വരരുത്. ആ സ്ത്രീ എന്തുമാത്രം ക്ലേശങ്ങളുടെ കടന്നുപോയി, ഏതെല്ലാം ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നു, എത്രയെത്ര അപവാദങ്ങൾ. കന്യക ഗർഭിണിയായാൽ ആധുനിക ലോകം ഇന്ന് വിടില്ലെങ്കിൽ പരിഷ്കൃതമല്ലാത്ത അന്നത്തെ ലോകം എത്ര കണ്ട് പരിശുദ്ധ അമ്മയെ ആക്ഷേപിച്ചിട്ടുണ്ടാകും. ആ വ്യഥകളും വേദനകളും പരീക്ഷണങ്ങളും അപവാദങ്ങളും ആക്ഷേപങ്ങളും മുഴുവൻ അഴിച്ചുവിട്ട് ഒതുക്കാൻ ശ്രമിച്ചിട്ടും പറ്റിയില്ല. ഇന്നും ഹല്ലേലൂയ സാത്താന്യ രാജ്യത്തിന്റെ അടിത്തറ ഇളക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ ആ പ്രാർത്ഥന പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്നുള്ള പ്രാർത്ഥനയാ. കാരണം സ്ത്രീയുടെ സന്തതി, സന്തതി എന്നല്ല പറഞ്ഞേ, സ്ത്രീയുടെ സന്തതി. ആരോ പറയുന്നു സന്തതിക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. സന്തതിക്ക് മാത്രമേ പ്രാധാന്യമുള്ളായിരുന്നുവെങ്കിൽ സന്തതി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. വിശുദ്ധ തിരുലിഖിതത്തിൽ എഴുതി വെച്ചു, സ്ത്രീയുടെ സന്തതി, അവളും നീയും തമ്മിലും. അങ്ങനെ എഴുതിയിരിക്കുന്നത് വെളിപാട് പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അവളുടെ ശിശു ദൈവത്തിന്റെ അടുക്കലേക്ക് സിംഹാസനത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റാൻ ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ടായിരുന്നു. അനന്തരം സ്വർഗത്തിൽ വലിയൊരു യുദ്ധമുണ്ടായി. അപ്പൊ ദൈവത്തിന്റെ സംരക്ഷണം സന്തതിയുടെ മേൽ മാത്രമല്ലായിരുന്നു, സ്ത്രീയെ സംരക്ഷിക്കേണ്ടതിന് മരുഭൂമിയിൽ അവൾക്ക് വേണ്ടി ഒരുക്കിയ ഒരു പ്രത്യേക സ്ഥലമുണ്ടായിരുന്നു. കേവല സന്തതി വന്നു കഴിഞ്ഞപ്പോൾ അവസാനിപ്പിച്ച ഒരു രക്ഷണ്യ പദ്ധതി അല്ലാതെ. ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നത്, ഞങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരുന്നത് അങ്ങനെയായിരുന്നു. കാലത്തേക്ക് വന്നു, ദൈവത്തിന് ഭൂമിയിലേക്ക് വരണം, ഭൂമിയിലേക്ക് വരാൻ വേണ്ടി ആരെങ്കിലും വേണമായിരുന്നു. അങ്ങനെ ആ നാട്ടിലുണ്ടായിരുന്ന യോഗ്യയായ ഒരു സ്ത്രീയെ കണ്ടെത്തി, അവളെ വിളിച്ചു, പദ്ധതിക്ക് വേണ്ടി ഉപയോഗിച്ചു, ദൈവം മാറ്റി നിർത്തി. അങ്ങനല്ല. മശിഹാഭൂമിയിൽ ഉരുവാകും മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവചനം വന്നു. ആരാ പ്രവാചകൻ? യെശയ്യാവ് പ്രവചിച്ചു, യുവതി ഗർഭിണിയായ ഒരു സ്ത്രീയെ, കന്യക ഗർഭിണിയായ ഒരു സ്ത്രീയെ പ്രസവിക്കും, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. കണ്ടോ, അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, യുവതി ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും.
അപ്പൊ അന്നേ ദൈവം ഒരുക്കി വെച്ച ഉൽപ്പത്തി 3:15 പറഞ്ഞു സ്ത്രീയുടെ സന്തതി. അപ്പൊ അവിടെ സ്ത്രീ ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. പുതിയ ഉടമ്പടി വന്നപ്പോൾ തപ്പിക്കണ്ടുപിടിച്ച ഒരു വ്യക്തിപ്രഭാവമല്ല. ഉൽപ്പത്തി 3:15 ആ സ്ത്രീയെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. യെശയ്യാവ് പറഞ്ഞു ആ സ്ത്രീയെ പറ്റി. ഗലാത്യർ 4:4 പറഞ്ഞു ആ സ്ത്രീയെ പറ്റി. സ്വർഗീയ മാലാഖമാരോട് സ്വർഗം അറിയിപ്പ് കൊടുത്തു ആ സ്ത്രീയെ പറ്റി. അതുകൊണ്ടാണ് മാലാഖം എന്ന് പറയുന്നത് നിനക്ക് വന്ദനം. സ്വർഗത്തിൽ സംസാരമുണ്ടായി ആ സ്ത്രീയെ പറ്റി. സ്വർഗീയ മാലാഖ ആ സ്ത്രീയുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. സ്വർഗത്തിലേക്ക് അവൾ സംഹരിക്കപ്പെട്ടു. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ സ്വർഗത്തിൽ അവളെ കാണപ്പെട്ടത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോഹണം ഏറെ വർഷങ്ങൾ എനിക്ക് ദഹിക്കാത്ത ഒരു കാര്യമായിരുന്നു. എന്നാൽ ഒരു ദിവസം എന്നോട് കർത്താവിൻ്റെ ആത്മാവ് സംസാരിച്ചു. വെളിപാട് 12 സ്വർഗത്തിൽ അടയാളമായി പരിശുദ്ധ ദൈവമാതാവിനെ കാണുന്നെങ്കിൽ ഇതിനപ്പുറത്ത് മറിയത്തിൻ്റെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോഹണത്തിന് എന്ത് തെളിവാണ് വേണ്ടിയത്? യേശുവിൻ്റെ സ്വർഗാരോഹണവും പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണവും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുന്ന തരത്തിൽ യോഹന്നാൻ സ്ലീഹയ്ക്ക് വെളിപാട് കിട്ടുകയാണ്. സൂര്യനെ ഉടയാടയായി ധരിച്ച, ചന്ദ്രനെ കാൽക്കീഴാക്കിയിരിക്കുന്ന, തലയിൽ 12 നക്ഷത്രങ്ങളോടുകൂടിയ കിരീടം വെച്ച സ്വർഗീയ രാജ്ഞി. അവർക്ക് സ്വർഗത്തിൽ ഒരു വലിയ സ്ഥാനമുണ്ടായിരുന്നു. അന്നല്ല, ഇന്നും സ്വർഗത്തിൽ വലിയൊരു സ്ഥാനം അവർക്കുണ്ടായിരുന്നു. കാരണം ദൈവ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിച്ചതിനെ പിന്നീട് വലിച്ചെറിഞ്ഞു എന്നുള്ളതല്ല ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ അവയവങ്ങളുടെ അമ്മ. ഞാൻ പറഞ്ഞതല്ലിത്. ക്രിസ്തുവിന്റെ അവയവങ്ങളുടെ മാതാവ്. അങ്ങനെയാണ് സഭ അതിനെ കണ്ടത്. അങ്ങനെയാണ് സഭ അതിനെ വിശേഷിപ്പിച്ചത്. ജസ്റ്റിൻ മാർട്ടേർ എന്ന് പറയുന്ന അനുഗ്രഹീതനായ സഭാപിതാവ് ഇതിനെക്കുറിച്ച് 150 ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് വലിയൊരു സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ടാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഹവ്വ എന്ന സ്ത്രീ അനുസരണക്കേടിനാൽ മുഴുവൻ മനുഷ്യവർഗത്തിനും പാപം കൈമാറിയപ്പോൾ, ഹവ്വ എന്ന സ്ത്രീ അനുസരണക്കേടിനാൽ മുഴുവൻ മനുഷ്യവർഗത്തിനും പാപം കൈമാറിയപ്പോൾ, മറിയമെന്ന പുണ്യവതിയായ സ്ത്രീ തൻ്റെ അനുസരണത്താലും സമർപ്പണത്താലും മനുഷ്യകുലത്തിന് രക്ഷ സമ്മാനിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് AD 150 വിശുദ്ധ ജസ്റ്റിൻ മാർട്ടിയർ എഴുതിയിരിക്കുന്നു, ഹവ്വയും മറിയവും രണ്ടുപേരും കന്യകമാരായിരുന്നു. ഹവ്വയിൽ നിന്ന് പാപവും മറിയത്തിൽ നിന്ന് രക്ഷയും ഉരുവായി. ഇത് 1500 വർഷത്തിന് ശേഷം ഡൊമിനിക്കൻ സന്യാസിമാർ ചട്ടിക്കുട്ടിയെടുത്ത ഒരു ഭക്തിപരിവേഷമല്ലായിരുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അറിയപ്പെടുന്ന സഭാപിതാക്കന്മാരുടെ എഴുതപ്പെട്ട രേഖകളിൽ മറഞ്ഞുകിടന്ന വലിയ വെളിപാടായിരുന്നു പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ചുള്ള ഉൾക്കാഴ്ച. ജസ്റ്റിൻ മാർട്ടേർ സഭാപിതാവ് തുടരുകയാണ്. രണ്ടുപേരും സമ്മതം മൂളി. ഹവ്വയും സമ്മതം മൂളി, പരിശുദ്ധ ദൈവമാതാവായ മറിയവും സമ്മതം മൂളി. ഒരാൾ പാപത്തോടെ സമ്മതം മൂളി, മറ്റൊരാൾ രക്ഷയോട് സമ്മതം മൂളി. ഹവ്വയിൽ നിന്ന് പാപവും മറിയത്തിൽ നിന്ന് രക്ഷയും ഉരുവായി. മറിയം ദൈവത്തിന്റെ ഉപകരണവും ഹവ്വ സാത്താന്റെ ഉപകരണവുമാവുവാൻ തങ്ങളെ തന്നെ സമർപ്പിച്ചു. ഹവ്വ സർപ്പത്തിൽ നിന്ന് കേട്ടു, മറിയം ദൈവത്തിൽ നിന്ന്, ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേലിൽ നിന്ന് കേട്ടു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ. ലൂക്കാ 1:28. ഹല്ലേലൂയ. തീർന്നില്ല. 2-ാം നൂറ്റാണ്ടിൽ ഐറേനിയസ് എന്ന് പറയുന്ന സഭാപിതാവ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഹവ്വയെ, പരിശുദ്ധ ദൈവമാതാവിനെ 2-ാം ഹവ്വ എന്നാണ്. കണ്ടോ, ഒരാൾ സമ്മതം മൂളി പാപത്തെ കൊണ്ടുവന്നു, മറ്റൊരാൾ സമ്മതം മൂളി രക്ഷയെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഒരാൾ സമ്മതം മൂളി പാപത്തെ കൊണ്ടുവന്നു, മറ്റൊരാൾ സമ്മതം മൂളി രക്ഷയെ കൊണ്ടുവന്നു.
ഇന്ന് ആ കൊണ്ടുവന്ന രക്ഷയുടെ ഭാഗമാകുവാൻ നമുക്ക് ഭാഗ്യം കിട്ടുമ്പോൾ ഓർക്കുക, അത് വന്ന വഴി പരിശുദ്ധ ദൈവമാതാവിലൂടെയാണ്, പരിശുദ്ധ ദൈവമാതാവിൻ്റെ സഹകരണത്തോടുകൂടിയാണ്. അതുകൊണ്ടാണ് സഭയുടെ എഫെസസ് കൗൺസിലിൽ പരിശുദ്ധ ദൈവമാതാവ് എന്ന് നാമകരണത്താൽ അന്നത്തെ സഭ പരിശുദ്ധ ദൈവമാതാവ് എന്ന് വിളിച്ചത്. തിയോട്ടോക്കോസ്, അതായിരുന്നു ആ കൺവിക്ഷൻ. അവിടെ വലിയ വാദമുണ്ടായി. പരിശുദ്ധ ദൈവമാതാവ് എന്ന പ്രയോഗം അവിടെ ഒരുപാട് പേർക്ക് അന്ന് ഇറച്ച ഉണ്ടായിരുന്നു. ക്രിസ്റ്റോട്ടോക്കോസ് ആണ്, തിയോട്ടോക്കോസ് അല്ല എന്നവർ പറഞ്ഞു. യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ അമ്മ, എന്നാൽ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ അമ്മയല്ല. കാരണം ക്രിസ്തു ജഡാവതാരത്തിന് മുമ്പേ ഉള്ളവൻ എന്ന ചിന്തയിൽ പറഞ്ഞു. അന്ന് വലിയ വാദമുണ്ടായി. എഫെസോസ് കൗൺസിലിൽ സംശയം കൂടാതെ പ്രമാണിക രേഖയിൽ എഴുതി വെച്ചു, യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെയും ദൈവത്വത്തിൻ്റെയും മാതാവാണ് പരിശുദ്ധ ദൈവമാതാവ്. കാരണം യേശുവിൽ ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നു. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനാണ്. വേർപെടുത്താനാവാതെ വണ്ണം യേശുവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും യേശുവിൽ സമ്മേളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യത്വവും ദൈവത്വവും മറിയത്തിൽ സമ്മേളിച്ചു. മറിയത്തിൽ നിന്ന് യേശുവിലേക്ക് അത് വന്നു. അതുകൊണ്ടാണ് ഗലാത്യർ 4:4 നമ്മൾ കണ്ടത്, സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ബോൺ ഓഫ് എ വുമൺ. അവിടെയാണ് വലിയ ദൈവശാസ്ത്രപരമായ വിശാല വീക്ഷണത്തിലേക്ക് മരിയൻ ഡോഗ്മകളുടെ എല്ലാ അടിസ്ഥാനത്തിലുള്ള ചിന്തകൾ ആരംഭിക്കുന്നു. എൻ്റെ സത്യാന്വേഷണത്തിൽ ഞാൻ വളരെ വിമർശനാത്മകമായി കണ്ടുകൊണ്ടിരുന്ന ഒരു സബ്ജക്റ്റായിരുന്നു മരിയോളജി എന്ന് പറയുന്നത്. ഞാൻ പ്രൊട്ടസ്റ്റന്റ് സെമിനാരിയിൽ ദൈവശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിയോളജിയെക്കുറിച്ച് വായിക്കാൻ പോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. തിയോളജിയും ക്രിസ്റ്റോളജിയും ഒക്കെ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ മരിയൻ ഡോഗ്മകളെ സഭ സ്വീകരിച്ച ആദിമ നൂറ്റാണ്ടിലെ സഭയുടെ വിശ്വാസത്തിന്റെ ഭാഗമായിരുന്ന ഡോഗ്മകളെ ഞാൻ കണ്ടപ്പോൾ സംശയത്തോടെ ഞാനതിനെ നോക്കിക്കണ്ടു. എന്നാൽ നൂറ്റാണ്ടുകളുടെ സഭയിലൂടെ കടന്നുപോയപ്പോൾ AD 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ വിശ്വാസത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്ഥാനം ഞാൻ കണ്ടു. 1800 അല്ല 2000 വർഷം സഭ എങ്ങനെയാണ് പരിശുദ്ധ ദൈവമാതാവിനെ കണ്ടതെന്ന് ഞാൻ കണ്ടു. ഹല്ലേലൂയ. വ്യക്തിപരമായി എനിക്ക് നിങ്ങൾക്കും ഒരുപാട് അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥത്തോട് ബന്ധപ്പെട്ട് പറയുവാൻ കഴിയും. ഇന്ന് ഒരു പുതിയ സാക്ഷ്യം കൂടെ ആരംഭിക്കണം ഈ ശുശ്രൂഷയിലൂടെ. അതാണ് വാസ്തവമായിട്ട് ഞാൻ ആഗ്രഹിക്കുക. കരം ഉയർത്തി നമുക്ക് പറയാം ഹല്ലേലൂയാ. ഉച്ചസ്വരത്തിൽ പറയാം ഹല്ലേലൂയാ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്നൊരു പുതിയ സാക്ഷ്യം ആരംഭിക്കണം. കാരണം എന്താണെന്നറിയോ? സാത്താൻ ഭയക്കുന്ന 2 ചിത്രങ്ങൾ നമ്മൾ കണ്ടു. 1 സ്ത്രീ, 2 സ്ത്രീയുടെ സന്തതി. നിനക്കും സ്ത്രീക്കും, നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും. ആ പ്രയോഗം ശ്രദ്ധിക്കണം. ഉൽപ്പത്തി 3:15 നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ യുദ്ധമുണ്ടെന്നാ പറഞ്ഞു. സ്ത്രീയുടെ സന്തതി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. സ്ത്രീയുടെ സന്തതികൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് നമ്മയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, സ്ത്രീയുടെ സന്തതി എന്ന് ഉൽപ്പത്തി 3:15 പരാമർശത്തിൽ ഒന്നുകൂടെ വായിക്കുക. ഉൽപ്പത്തി 3:15 നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ഇത് ഉൽപ്പത്തി 3:15. അപ്പൊ സ്ത്രീയുടെ സന്തതി, സ്ത്രീയുടെ സന്തതികൾ. അതുകൊണ്ടാണ് സഭയുടെ മാതാവായി പരിശുദ്ധ ദൈവമാതാവിനെ സ്വീകരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് വിശേഷണം. ഇത് മാലാഖയുടെ പ്രഘോഷണമാണ്. യെശയ്യാ 7:14 കണ്ടു. അതിനാൽ കർത്താവ് നിനക്കൊരടയാളം തരും, കന്യക അല്ലെങ്കിൽ യുവതി ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. കണ്ടോ?
യെശയ്യാ 7:14 പറഞ്ഞു, ഒരു യുവതി കന്യക ദൈവത്തിന്റെ പദ്ധതിയിൽ യാദർശികമായി കയറിക്കൂടിയ ആളല്ലെന്നും ഇടയ്ക്ക് ഇറങ്ങിപ്പോയ ആളല്ലെന്നും മനസ്സിലായില്ലേ? രക്ഷണ്യ പദ്ധതിയോട് സഹകരിച്ചു. പരിശുദ്ധ ദൈവപുത്രനായ യേശുക്രിസ്തുവിനോടൊപ്പം അവൾ നടന്നു. പുത്രനെ ചുംബിച്ചു അവൾ. ഗോഡ് ബെയറർ, ദൈവത്തെ വഹിച്ചവൾ. ആ ഉദരം എത്ര ശുദ്ധമായി കാണും! ഏതൊരു അശുദ്ധമായതിനെയും വിശുദ്ധമാക്കുവാൻ കഴിവുള്ള വിശുദ്ധിയുടെ പൂർണ്ണതയായവനെ സ്വീകരിക്കുവാൻ ആ ഉദരത്തെ ദൈവം എത്രയോ ശുദ്ധമാക്കി കാണും, എത്രയോ നിഷ്പാപമാക്കി കാണും. ഹല്ലേലൂയ. അഴുക്ക് ജാലിൽ നിന്ന് നല്ല വെള്ളം വരികയില്ലല്ലോ. ഉറവ നന്നാകാതെ ഉറവയിൽ നിന്നുള്ള വെള്ളം നന്നാകുമോ? വീണ്ടും ചോദിക്കുക, ഉറവ നന്നാകാതെ ഉറവയിൽ നിന്നുള്ള വെള്ളം നന്നാകുമോ? അതുപോലെ തന്നെ പരിശുദ്ധിയിൽ പരിശുദ്ധനായ ദൈവപുത്രനായ യേശു വരേണ്ടതിന് ആദ്യമേ പവിത്രീകരിച്ചത് ആ ഉദരത്തെ ആയിരുന്നു. പിതാവായ ദൈവത്തിന്റെ വിശുദ്ധി മുഴുവൻ പകർന്നത് ആ ഉദരത്തിലേക്കായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്നുള്ള പ്രാർത്ഥനയ്ക്ക്, ജപമാലയ്ക്ക് ഇത്ര കണ്ട് ശക്തിയുള്ളത്. സാത്താൻ അടുക്കത്തില്ല. ഞാൻ ആവർത്തിച്ച് പറയാം, സാത്താൻ അടുക്കത്തില്ല. കാരണം സ്ത്രീയെയും സ്ത്രീയുടെ സന്തതിയെയും ഭയങ്കര ഭയമാണ് സാത്താൻ. ഇനി ഇതിന് മറുഭാഗം പറയാം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പരിശുദ്ധ ദൈവമാതാവിനെ ഇങ്ങനെ ക്രൈസ്തവരെന്ന് പേരുള്ളവർ തന്നെ കടന്നാക്രമിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് സാറായെ ഇഷ്ടമാണ്, ഹാഗാറിനെ ഇഷ്ടമാണ്, രൂത്തിനെ ഇഷ്ടമാണ്, പഴയ നിയമത്തിലെ സകല ദെബോരയെ ഇഷ്ടമാണ്, സകല സ്ത്രീകളെ ഇഷ്ടമാണ്. എലിസബത്തിനെ പറ്റി പ്രസംഗിക്കാൻ പരിശുദ്ധ ദൈവമാതാവ് എന്ന് പറയുമ്പോൾ ഇത്ര അലർജി എന്താണെന്നറിയാമോ? ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്. സർപ്പത്തിന് അന്നും ഇന്നും എന്നും വിരോധമുള്ളത് ഈ സ്ത്രീയോടും ഈ സ്ത്രീയുടെ സന്തതിയോടുമാണ്. കാരണം ഈ സ്ത്രീയും ഈ സ്ത്രീയുടെ സന്തതിയും ഒപ്പം നിൽക്കുന്നത്രയും കാലം യുദ്ധം ജയിക്കാൻ സാത്താന് കഴിയുകയില്ല എന്നറിയാം. ഹല്ലേലൂയ. സ്വർഗത്തിലുണ്ടായ യുദ്ധത്തിന്റെ ചിത്രം നമ്മൾ കണ്ടില്ലേ? അവിടെ എന്താ സംഭവിച്ചത്? 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിച്ച, സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരന്മാരെ ദുഷിക്കുകയും രാപ്പകൽ ദൈവസമക്ഷം അവരെ പഴിപറയുകയും ചെയ്തവൻ വലിച്ചെറിയപ്പെട്ടു. പഴി പറയുകയും ചെയ്തവൻ വലിച്ചെറിയപ്പെട്ടു, നിഷ്കാസനം ചെയ്യപ്പെട്ടു. ഹല്ലേലൂയ. സ്ത്രീയുടെ അടുക്കൽ നിൽക്കുകയായിരുന്നു സന്തതി വരുമ്പോൾ വിഴുങ്ങാനായിട്ട്. സ്ത്രീയെയും തൊടാൻ പറ്റിയില്ല, സ്ത്രീയെ സംരക്ഷിച്ചു. അങ്ങനെ നമ്മൾ വായിക്കുന്നത്, സ്ത്രീയെ സംരക്ഷിച്ചു. മരുഭൂമിയിൽ അവൾക്ക് വേണ്ടി ഒരു സ്ഥലമൊരുക്കി, സ്ത്രീയെ സംരക്ഷിച്ചു. സന്തതി ദൈവത്തിന്റെ അടുക്കലേക്ക് സംവഹിക്കപ്പെട്ടു. ഇന്ന് സ്വർഗത്തിൽ ഇവർ രണ്ടുപേരുമുണ്ട്. സ്ത്രീയുമുണ്ട്, സ്ത്രീയുടെ സന്തതിയുമുണ്ട്. സ്ത്രീ സ്വർഗത്തിലുണ്ടോ? വെളിപ്പാട് 12:1, സൂര്യനെ ഉടയാടയായി ധരിച്ച ചന്ദ്രനിൽ കാല് ചവിട്ടി നിൽക്കുന്ന സ്ത്രീയെ വിശുദ്ധ യോഹന്നാൻ കണ്ടത് സ്വർഗത്തിലെ ദർശനത്തിലാണ്. ഒരടയാളമായി കണ്ടു. അവളുടെ തലയിൽ നക്ഷത്രമുണ്ട്, ആ കിരീടമുണ്ട്, കിരീടത്തിൽ 12 നക്ഷത്രങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് നമ്മൾ ഈശോ സ്വർഗത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന പോലെ തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. സ്ത്രീയുമുണ്ട്, സ്ത്രീയുടെ സന്തതിയുമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു പുസ്തകത്തിൽ സഭാപിതാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യകുലത്തോടുള്ള ദൈവത്തിന്റെ ഇടപെടൽ ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇൻകാർണേഷൻ, ജഡാവതാരം, ജഡത്തിൽ വന്ന് മനുഷ്യനെ പോലെ ദൈവമാകാമെന്ന് തീരുമാനിച്ച് ഭൂമിയിൽ മനുഷ്യനായി പിറന്നു വീണപ്പോൾ ആ മനുഷ്യനോടുള്ള ഇടപാടിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു കണ്ണിയാണ്, ആ നടുവിലെ പാലമാണ് പരിശുദ്ധ ദൈവമാതാവ്. മനുഷ്യത്വത്തെ അറിഞ്ഞത് ദൈവമാതാവിലൂടെയായിരുന്നു.
ഹല്ലേലൂയ. മനുഷ്യത്വത്തെ ടേസ്റ്റ് ചെയ്തത് ആ അമ്മയുടെ ഉദരത്തിലൂടെയായിരുന്നു. ഗോഡ് ബെയറർ, ദൈവത്തെ വഹിച്ചവളായി അവൾ മാറ്റപ്പെടുകയായിരുന്നു. പദ്ധതി കഴിഞ്ഞപ്പോൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ടിഷ്യൂ പോലെ ദൈവം ഉപേക്ഷിച്ചില്ല പരിശുദ്ധ ദൈവമാതാവിനെ. ഉപയോഗം കഴിഞ്ഞല്ലോ എന്നാ വലിച്ചെറിഞ്ഞേക്കാം, ഇല്ല, അങ്ങനെ ഉപേക്ഷിച്ചില്ല. അവൾ സ്വർഗത്തിന്റെ രാജ്ഞിയായി ഇന്നും നിൽക്കുന്നു. ഇന്ന് സഭയാം ശരീരത്തിൽ നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നമുക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമുണ്ട്. ത്രിയേക ദൈവത്തിന്റെ മഹത്വം നമുക്ക് സ്വീകരിക്കാൻ വേണ്ടിയുണ്ട്. എന്നാൽ മനുഷ്യത്വത്തെ അറിയുവാൻ ദൈവം ഉപയോഗിച്ച പാത്രമായി പരിശുദ്ധ ദൈവമാതാവ് നമുക്കായി സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. സാത്താൻ അന്ന് വിരണ്ട ആ ചിത്രങ്ങൾ ഓർമ്മയില്ലേ? സ്ത്രീയുടെ സന്തതി. സാത്താൻ ഇന്നും വിരളുന്ന ഏക റൂട്ട് അത് തന്നെയാണ് സ്ത്രീയുടെ സന്തതി. ദൈവത്തിന്റെ ഇടപെടലെല്ലാം അങ്ങനെയായിരുന്നു. ദൈവത്തിന് വേണമെങ്കിൽ അവിടുത്തെ പുത്രനെ കന്യകയിലൂടെ അല്ലാതെ അയക്കാമായിരുന്നു. എന്തിനെങ്ങനെ ഒരു സ്ത്രീയെ തെരഞ്ഞെടുക്കണം? അവിടുത്തെ പുത്രനെ താണഭൂമിയിലേക്ക് അയച്ചുകൂടെ വേറെ ഏതെങ്കിലും രീതിയിൽ? പറ്റില്ല. ആ രക്ഷണ്യ പദ്ധതിയിൽ ദൈവം വളരെ വ്യക്തമായ ഒരു സ്ഥാനം കൊടുത്തിരുന്നു പരിശുദ്ധ ദൈവമാതാവ്. ഹല്ലേലൂയ. ദൈവം അങ്ങനെയാ വന്നതെങ്കിൽ മനുഷ്യനും അങ്ങനെ അങ്ങോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. മറിയത്തിലൂടെയാണ് മനുഷ്യനെ അറിഞ്ഞതെങ്കിൽ മനുഷ്യൻ മറിയത്തിലൂടെ തന്നെ ദൈവത്തെ അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. അവിടെയാണ് ആ സ്ഥാനത്തിന്റെ പ്രാധാന്യം നമ്മൾ കാണുന്നത്. അമ്മയെ മാറ്റിവെച്ചിട്ട് ഒരു പരിപാടി പിതാവിന്റെ പദ്ധതിയിലില്ലെങ്കിൽ നമ്മുടെ പദ്ധതി വേണം. ഒന്നുകൂടെ പറയാം. അമ്മയെ മാറ്റിവെച്ചിട്ട് ഒരു പരിപാടി, ഒരു കാര്യപരിപാടി പിതാവിനില്ലെങ്കിൽ നമുക്ക് വേണോ? ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെ മാറ്റിവെച്ചിട്ട് ഒരു പദ്ധതി പിതാവായ ദൈവത്തിന് ഇല്ലായിരുന്നു. അത്യുന്നതന്റെ ദാസി നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു. ഇന്നു മുതൽ എല്ലാ തലമുറയും, ഓ ഹല്ലേലൂയ, എല്ലാ തലമുറയും ഭാഗ്യവതി എന്ന് നിന്നെ വാഴ്ത്തുമെന്ന് പറഞ്ഞില്ലേ? ഒരു തലമുറയല്ല, ആ തലമുറ തേരം പറഞ്ഞു പോകുമ്പോൾ തീരുമെന്നല്ല പറഞ്ഞ്. വിശുദ്ധ ലൂക്കായുടെ രേഖയിൽ അങ്ങനെ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നു മുതൽ എല്ലാ തലമുറയും, ഇന്നു മുതൽ എല്ലാ തലമുറയും നിന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അത് മുറിഞ്ഞു പോകാതെ എല്ലാ തലമുറയും ഭാഗ്യവതി എന്ന് വാഴ്ത്തണം. ദൈവമേ അങ്ങേ വാഴ്ത്തുന്നു, അത് വേറെയാണ്. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം മാത്രമാണ്, വേറെ ആരും ആരാധനയ്ക്ക് യോഗ്യനല്ല. സഭയുടെ പ്രബോധനങ്ങൾ അറിയാത്തവരാണ് പരിശുദ്ധ ദൈവമാതാവിനെ ആരാധിക്കുന്നവർ. ദൈവമാതാവിനോട് നമുക്കുള്ളത് ആദരവാണ്. ഹല്ലേലൂയ. ആരാധന ത്രിയേക ദൈവത്തോട് മാത്രമാണ്. ത്രിയേക ദൈവത്തെ എങ്ങനെയാ സ്തുതിക്കുന്നത്? ദൈവത്തിൻ ജനനിയിലൂടെയാണ് ത്രിയേക ദൈവത്തെ നാം അറിയുന്നത്. ഈശോയെ പോലും നമുക്ക് വെളിപ്പെടുത്തി തന്നത് പരിശുദ്ധ ദൈവമാതാവാണ്. ഈശോയെ ലോകത്തിലേക്ക് അവതരിപ്പിച്ചത് പരിശുദ്ധ ദൈവമാതാവാണ്. അമ്മ വഴി നാം പുത്രനെ അറിയണമെന്ന് ഈശോ ആഗ്രഹിച്ചിരുന്നു. അമ്മയിലൂടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വഴിയുടെ ആവശ്യമില്ലായിരുന്നേ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സൃഷ്ടാവായ ദൈവം സൃഷ്ടിയുടെ ഉദരത്തിൽ തന്നെ തന്നെ പരിമിതപ്പെടുത്തിയതിനപ്പുറത്ത് ഒരു വലിയ രഹസ്യമുണ്ടോ? അങ്ങനെ ഒരു രഹസ്യമുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ ഒരു വലിയ വിജയമുണ്ടല്ലോ. സൃഷ്ടാവായ ദൈവം സൃഷ്ടിയുടെ ഉദരത്തിനകത്ത് തന്നെ തന്നെ പരിമിതപ്പെടുത്തിയതിൽ അപ്പുറത്തൊരു വലിയ രഹസ്യമുണ്ടോ? അതാ രഹസ്യം. അമ്മയിലൂടെയാണ് ലോകത്തിലേക്ക് വന്നത്. അമ്മയിലൂടെ ഇന്ന് ലോകം അവനിലേക്ക് എത്തണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അമ്മയുടെ പ്രത്യക്ഷതയിൽ ഓരോ സമയങ്ങളിലും, ഓരോ മരിയൻ പ്രത്യക്ഷതകളിലും ചരിത്രങ്ങൾ വായിച്ചു നോക്കിയോ, അമ്മ
പുത്രന്റെ അടുക്കലേക്ക് നമ്മെ അനയിച്ചുകൊണ്ടിരിക്കും. അമ്മയ്ക്ക് ആരെയും പുത്രന്റെ അടുക്കലേക്ക് എത്തിക്കാതെ സ്വന്തമായി സ്വീകരിച്ചാനോ വെക്കാനോ കഴിയുകയില്ല. എന്ത് വിഷയമുണ്ടെങ്കിലും പുത്രന്റെ അടുക്കൽ എത്തിക്കുക. അതാണ് കാനായിലെ കല്യാണ നാളിൽ നമ്മൾ കണ്ടത്. പുത്രനോട് പോയി പറ, എന്ത് വിഷയം, വീടിന്റെ അകത്ത് വീഞ്ഞില്ല എന്ന വിഷയം പുത്രന്റെ അടുക്കൽ എത്തിക്കുക. അതാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ മാധ്യസ്ഥത്തിന്റെ ശക്തി. ഇന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങൾ, ഒക്ടോബർ മാസത്തില്, ജപമാലയുടെ മാസത്തില്, പരിശുദ്ധ ദൈവമാതാവിനോടുള്ള തുടർമാനമായുള്ള പ്രവർത്തികളെ പുണ്യമാക്കുന്ന വലിയ ഹൃദയത്വ വിമല ഹൃദയ പ്രതിഷ്ഠയോട് ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനാ ദിവസങ്ങളിൽ ഞാനും ഈ ദിവസങ്ങളിൽ ആ പ്രാർത്ഥന പരിശീലിപ്പിക്കുകയായിരുന്നു എന്നെ തന്നെ. വലിയ അത്ഭുതങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ ഇതോട് ബന്ധപ്പെട്ട് കാണാനിട വന്നു. കാരണം എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ പദ്ധതി ആ വഴിയിലൂടെയാണെങ്കിൽ ദൈവം ഇവിടുന്ന് എല്ലാം സ്വീകരിക്കുന്നതും ഈ വഴിയിലൂടെ തന്നെയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ അമ്മയെ മാറ്റി നിർത്തിയിട്ടില്ലെങ്കിൽ പിന്നെ എൻ്റെ പദ്ധതിയിൽ എന്തിനാ അമ്മയെ മാറ്റി നിർത്തുന്നത്? ദൈവത്തിന് അവൾ പ്രിയപ്പെട്ടവളാണെങ്കിൽ പിന്നെ എനിക്കെന്തുകൊണ്ട് അവൾ പ്രിയപ്പെട്ടവളല്ല? ഇന്ന് കുരുക്കടിക്കുവാൻ കഴിവുള്ള ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ്. അമ്മയോടുള്ള പ്രാർത്ഥനയല്ല, അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ്. മനുഷ്യത്വത്തെ അറിഞ്ഞത് അമ്മയിലൂടെയാണെങ്കിൽ, മനുഷ്യനായി വെളിപ്പെട്ടത് അമ്മയിലൂടെയാണെങ്കിൽ, ഇന്ന് അതേ മനുഷ്യത്വത്തിന്റെ ഭാവത്തെ അറിയുന്നത്, മനുഷ്യന്റെ വേദനകളെ അറിയുന്നത് അമ്മ വഴിയായി അറിയിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാം ഇന്ന് വസ്തു വിഷയങ്ങളുടെ അകത്ത് കുരുക്കുകൾ അഴിയും, വിവാഹ വിഷയങ്ങളുടെ അകത്ത് കുരുക്കുകൾ അഴിയും, രോഗബന്ധനങ്ങൾ ഇന്ന് പൊട്ടിമാറും. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ സർപ്പം വിറച്ച ആ സ്ത്രീയും സ്ത്രീയുടെ സന്തതിയും നാം സംസാരിക്കുന്നതിനിടയിൽ ഇറങ്ങി വന്നിരിക്കുക. സംശയം കൂടാതെ ഞാൻ പറയാം, നിങ്ങളുടെ വീടിനകത്ത് ഉള്ളറയിലെ വിഷയം പരിഹരിക്കാൻ പരിശുദ്ധ ദൈവമാതാവിന്റെ ഇടപെടൽ മൂലം പുത്രന്റെ അടുക്കൽ പുത്രനിൽ നിന്നൊരു അത്ഭുതത്തെ കൊണ്ടുതരാൻ കഴിയും. ഹല്ലേലൂയ. ഒരത്ഭുതത്തെ കൊണ്ടുതരാൻ കഴിയും. ഞാൻ ഉറപ്പ് പറയാം, ആ വീടിന്റെ അശാന്തിയുടെ അവസാന നിമിഷങ്ങളാണ്. ഇനി ആ വീടിനകത്ത് അശാന്തിക്ക് വാഴാൻ അധികാരമില്ല. അത് വീഴും. ദൈവകൃപ ഇന്ന് വാഴും. കാരണം കൃപയുടെ ആദ്യ നിറവ് തന്നെ നമ്മൾ കാണുന്നത് പരിശുദ്ധ ദൈവമാതാവില. കൃപ നിറഞ്ഞവളെ, ഫുൾ ഓഫ് ഗ്രേസ്. ഹല്ലേലൂയ. ഞാൻ അറിയും മുമ്പേ, നിങ്ങൾ അറിയും മുമ്പേ ദൈവത്തിന്റെ കൃപയെ ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞത് പരിശുദ്ധ ദൈവമാതാവാണ്. അമ്മ വഴിയായിട്ട് സഹനത്തിൽ എനിക്ക് നിങ്ങൾക്ക് മാതൃക അമ്മയാണ്, കൃപയിൽ എനിക്ക് നിങ്ങൾക്ക് മാതൃക അമ്മയാണ്, സൗമ്യതയിൽ എനിക്ക് നിങ്ങൾക്ക് മാതൃക അമ്മയാണ്, വേദനയിൽ എനിക്ക് നിങ്ങൾക്ക് മാതൃക അമ്മയാണ്, ആഘോഷം എങ്ങനെ എനിക്ക് നിങ്ങൾക്ക് മാതൃക അമ്മയാണ്, കുരിശിൽ എനിക്ക് നിങ്ങൾക്ക് മാതൃക അമ്മയാണ്. രക്ഷകന്റെ ജീവിതത്തിൽ ശിഷ്യന്മാരില്ലായിരുന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. രക്ഷകന്റെ ജീവിതത്തിൽ കൂടെ നടന്നവൻ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്ത സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. രക്ഷകന്റെ യാത്രയിൽ മരുഭൂമിയുടെ ഏകാന്തതയുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ അമ്മയുടെ സഖിത്വമില്ലാത്ത ഒരു ദിവസം പോലും രക്ഷകനുണ്ടായിട്ടില്ല. പിറന്നു വീണ സമയം മുതൽ വാരിച്ചുംബിച്ച മാതൃഭാവം, കുരിശിന്റെ കഠിനവേദനയിലും ഇറ്റിറ്റു വീഴുന്ന ചോരപ്പാടുകൾ തള്ളി തള്ളി താഴേക്ക് വന്ന് വീണത് ആ അമ്മയുടെ തൃക്കരങ്ങളിലായിരുന്നു. ഈ അമ്മയ്ക്ക് വലിയ പ്രാധാന്യം ഈ ഭൂമിയിൽ വന്നപ്പോൾ കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് കുരിശിന്റെ കഠിനവേദനയിലും പരിശുദ്ധ അമ്മയെ പ്രിയ ശിഷ്യനായി യോഹന്നാൻ ഏൽപ്പിച്ചു കൊടുത്തു. ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അമ്മയോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. കുരിശിന്റെ കഠിനവേദനയിലും ഇന്ന് അമ്മയുടെ മാധ്യസ്ഥ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമ്മുടെ നടുവിലേക്ക് എഴുന്നള്ളി വരുവാനായി പോകുകയാണ്. ഇന്ന് ഞാൻ ഉറപ്പായിട്ട് പറയാം, സാധാരണ ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ ഇന്ന് പോയാൽ പോരാ, വലിയ അത്ഭുതത്തിന്റെ പ്രാർത്ഥനയിലേക്ക് ഇന്ന് കടന്നു പോകണം. കുരുക്കുകൾ അഴിയും,
ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ ചിന്തിച്ചു നോക്കി, എത്ര വികലമായി ഇതിനെ കണ്ട വ്യക്തിയായിരുന്നു ഞാനെന്ന് എന്നെ മുന്നമേ അറിയാവുന്നവർക്കറിയാം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് ഇത് പറയണമെങ്കിൽ അത്ര കണ്ട് കൺവിക്ഷൻ എനിക്ക് ലഭിച്ചു, അത്ര കണ്ട് ബോധ്യം എനിക്ക് ലഭിച്ചുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. 2000 വർഷം ദൈവമാതാവിനെ എങ്ങനെയാണ് സഭ കണ്ടതെന്ന് ഞാൻ കണ്ടപ്പോ ഞാൻ ചിന്തിച്ചു, ഞാൻ എത്ര തെറ്റിദ്ധരിച്ചു പോയി, ഞാൻ ഇങ്ങനെയല്ലല്ലോ കാണുന്നത്. ഹല്ലേലൂയ. മരിച്ച മോശയ്ക്കും മരിച്ച ഏലിയാവിനും ഇറങ്ങി വന്ന് ഈശോയോട് സംസാരിക്കാനും ഭാവി കാര്യങ്ങളെ അവനെ അറിയിക്കുവാനും കഴിയുമെങ്കിൽ പരിശുദ്ധ ദൈവമാതാവിന് പ്രത്യക്ഷപ്പെടാൻ കഴിയുകയില്ല. എത്രയോ മരിയൻ പ്രത്യക്ഷതകളുടെ അത്ഭുതങ്ങളുമുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അമ്മയിലൂടെ ഈശോയുടെ അടുക്കലേക്ക് നമുക്ക് ചെല്ലാം, അമ്മയുടെ കൂട്ടുപിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് നല്ല കാര്യമല്ലേ? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാള് നമ്മുടെ കൂടെ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അല്ലേ, അതിനാ നമ്മൾ വരക്കം പായുന്നത്. കൃപാവര പ്രാപ്തനായ ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് നമ്മൾ വരക്കം പായുന്നത്. കൃപാവര പ്രാപ്തനായ ഒരു വ്യക്തി പ്രാർത്ഥിക്കുവാനായി നമ്മൾ വരക്കം പായുമ്പം കൃപകളാൽ നിറഞ്ഞ പരിശുദ്ധ അമ്മയോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ച് അമ്മയുടെ വിമല ഹൃദയത്തിലേക്കൊന്ന് പ്രതിഷ്ഠിച്ചേ. ഹല്ലേലൂയ. വരദാനങ്ങളുടെ നിറകുടമായി സ്വർഗീയ രാജ്ഞി, അങ്ങനെയാ കണ്ടത്, സ്വർഗത്തിന്റെ സൈന്യാധിപയായ സ്വർഗത്തിന്റെ രാജ്ഞിയായ പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്നുള്ള പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലേക്ക് നമ്മൾ വരുന്നു. ഈശോ തന്നെ നമ്മുടെ നടുവിലേക്ക് എഴുന്നള്ളി വരുവാനായി പോകുകയാണ്. ഈ ആരാധനയുടെ നിമിഷത്തിൽ ഞാൻ പറയാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ ശാരീരിക സ്ഥിതി അനുവദിക്കുന്നുവെങ്കിൽ, മുഴങ്കാലിൽ നിന്നുകൊണ്ട് ആ ടെലിവിഷന്റെ മുമ്പിൽ ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ നടുവിലേക്ക് ഈശോ എഴുന്നള്ളുകയാണ്. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിൽ ഈശോ എന്റെ ഈശോയെ ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിക്കാം. ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥാന നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീരാൾ വാഴണം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. താണു വീണു വന്നിച്ചിടാം. ആത്മനാഥാന നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീണാൾ വാഴണം. എല്ലാ ആരാധനകൾക്ക് യോഗ്യനായ ഏക സത്യദൈവമായ ഈശോ മിശിഹ ഇന്നിതാ ഈ അൾത്താരയിലെ തിരുവോസ്തിരൂപനായി എഴുന്നള്ളിയിരിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിനോടും സ്വർഗം മുഴുവനോട് ചേർന്ന് നമുക്ക് അവിടുത്തെ ആരാധിച്ച് കുമ്പിട്ട് ആരാധിക്കാം. ഇതാകുന്നു ആ സമയം സഹോദരങ്ങളെ. ഷെക്കേന ടിവിയിലൂടെ കോവിഡ്-19 പശ്ചാത്തലത്തില് വിശുദ്ധ കുർബാനയുടെ അടുക്കലേക്കൊന്നും വരാൻ കഴിയാതെ ഭവനങ്ങളിലായിരിക്കുന്നവര് ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഇതാ ഈശോ തന്നെ നമ്മുടെ വീടുകളിലേക്ക് വരികയാണ്. ഈ സമയത്ത് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിലേക്ക് കണ്ണുകളെ നട്ടുകൊണ്ട് എല്ലാ നൊമ്പരങ്ങളെയും
എനിക്ക് വേണ്ടി അപ്പമായി തീർന്നവനെ, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി അപ്പമായി തീർന്നവനെ, സാക്ഷാൽ ജീവന്റെ അപ്പമേ, ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സങ്കടങ്ങളെയും സമർപ്പിക്കാം, എല്ലാ വേദനകളെയും സമർപ്പിക്കാം. കുഞ്ഞുങ്ങളുടെ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുക്കാം, മക്കളുടെ വേദനകളെ ഏൽപ്പിക്കാം, മാതാപിതാക്കളെ സമർപ്പിക്കാം, സഹനങ്ങളെ സമർപ്പിക്കാം. ഈശോയെ വിളിച്ചുകൊണ്ട് ഉറച്ചുള്ള ഒരൊറ്റ വിളി മതി ഇന്ന് വലിയൊരു അത്ഭുതത്തെ തീർക്കുവാൻ. നിരാശനിബിധമായ സാഹചര്യങ്ങളിൽ ഈശോയുടെ ശക്തി പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് സഭയാം ശരീരത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോട് ചേർന്ന്, രക്തസാക്ഷികളോട് ചേർന്ന്, സ്വർഗീയ മാലാഖമാരോട് ചേർന്ന്, സന്യസ്തരുടെ സമർപ്പണത്തോട് ചേർന്ന്, പുരോഹിതരുടെ പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന്, സഭയാം ശരീരത്തിന്റെ മുഴുവൻ ഐശ്വര്യത്തോട് ചേർന്ന്, ഇത് ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ട എല്ലാ ദിവ്യബലികളോട് ചേർന്ന് ഈശോയിലേക്ക് നമ്മുടെ കണ്ണുകളെ നട്ടുകൊണ്ട് ഒരൊറ്റ വിളി, എന്റെ ഈശോയെ, എന്റെ ഈശോയെ വിളിച്ചേ. ഈശോ, യേശുവേ, അത്ഭുതങ്ങൾ ആരംഭിക്കട്ടെ, രോഗങ്ങൾ സൗഖ്യമാവട്ടെ. യേശുവേ, വലിയ അത്ഭുതങ്ങളാണ് ഈ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവേ, ഈശോയിലേക്ക്, യേശുവേ, യേശുവേ. ഈ സമയത്ത് 4 കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനുള്ള പ്രേരണ കർത്താവ് ഹൃദയത്തിൽ തരും. അതിലൊന്നാമത്തേത്, ഇയർ ബാലൻസിന്റെ പ്രോബ്ലവുമായി ഒരു വശത്തേക്ക് ശരീരം പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ, അത്ഭുതകരമായി നിങ്ങളിപ്പോൾ ഈശോയുടെ അടുക്കൽ നിന്നുള്ള സ്പർശനം സ്വീകരിക്കും. മോണ പഴുത്ത് ജീർണിച്ച് പല്ലിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വല്ലാത്ത സ്മെല്ല് പുറത്തേക്ക് വരുന്ന വ്യക്തി, അത്ഭുതകരമായി ഇപ്പോൾ ഈശോയുടെ സ്പർശനത്താൽ സുഖം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. എന്റെ കുഞ്ഞിന്റെ വിവാഹം, അയ്യോ അത് നീണ്ടുപോകുകയാണല്ലോ അമ്മ, ആ കണ്ണീരെത്തിയിരിക്കുന്നു ദൈവത്തിന്റെ സന്നിധി. ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു. കുരുക്കഴിക്കുന്ന അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തി, പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയുടെ ശക്തി, ഓ ഇപ്പോൾ തന്നെ ആ വീട്ടിലേക്ക് വ്യാപരിക്കും. പല ഭവനങ്ങളിലേക്ക് അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. വിളിച്ചോ വിളിച്ചോ വിളിച്ചോ, യേശുവേ, യേശുവേ. ഉന്നതങ്ങളിലേക്ക് ഇറങ്ങുന്ന അത്ഭുതമായ വിടുതൽ, തലമുറകൾക്കെന്നും അവകാശം. ക്യാൻസറുകൾ കരിയട്ടെ, വിടുതൽ, ട്യൂമറുകൾ കരിയട്ടെ, യേശുവിന്റെ നാമത്തിൽ. യേശുവിൻ ബലിയുടെ ഹല്ലേലൂയ. ബന്ധനത്തിൽ നിന്നു ഇപ്പോൾ വിടുതൽ, തന്നെ. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നു വിടുതൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, കൈ ഉയർത്തുവാൻ കഴിയാതെ എന്റെ ചെവിയുടെ പുറകെ മുതൽ എന്റെ കൈ മുഴുവൻ തളർന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈശോയുടെ മഹത്വത്തിന് മുമ്പിൽ ബന്ധനത്തിൽ നിന്നു വിടുതൽ, ഈശോയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നു വിടുതൽ. ഈ സമയത്ത് നിങ്ങളുടെ രോഗമുള്ള ഇടങ്ങളിലേക്ക് കൈകൾ അമർത്തി വെച്ചുകൊണ്ട്
എന്നോട് ചേർന്ന് വിളിച്ചു പറയുക. എവിടെയാണോ രോഗമുള്ളത് അവിടേക്ക് കരങ്ങൾ അമർത്തി വെക്കുക. എന്നോട് ചേർന്ന് വിളിച്ചു പറയുക, യേശുവിന്റെ ബലിയുടെ യോഗ്യതയാൽ. ചേർന്ന് പറയുക, യേശുവിന്റെ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നു വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നു വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നു വിടുതൽ. യേശുവിന്റെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നു വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ സുഖം പ്രാപിക്കുക. വിടുതൽ. യേശുവിന്റെ നാമത്തിൽ സുഖം പ്രാപിക്കുക. മാരക രോഗമേ, സ്ത്രീയും സ്ത്രീയുടെ സന്തതിയും എഴുന്നേറ്റ് കഴിഞ്ഞു. സ്വർഗത്തിന്റെ രാജ്ഞിയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തിയാൽ ഇരുമ്പ് തോൾ കൊണ്ട്, ഇരുമ്പ് തണ്ടുകൊണ്ട് സകല ജനമതികളുടെ മേലും അധികാരമുള്ള ദൈവപുത്രൻ ഇറങ്ങിക്കഴിഞ്ഞു. സ്ത്രീയും സ്ത്രീയുടെ സന്തതിയും ഇറങ്ങിക്കഴിഞ്ഞു. ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നു വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നു വിടുതൽ. യേശുവേ, ആശീർവാദം സ്വീകരിക്കുകയാണ് ഈ സമയത്ത്. ക്രൂശിതനായ യേശുവിനെ, ജീവന്റെ അപ്പമേ, സ്വീകരിക്കാം. യേശുവേ, 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 യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നു വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നു വിടുതൽ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. അമ്മയോട് കൂടെ ജ്വലിക്കും, നമ്മൾ ജയിക്കും. കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും.